നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ രണ്ട് കാര്യങ്ങളാണ് ഈ ചർച്ച ചെയ്യാനുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തുന്ന രണ്ട് സംഭവങ്ങൾ. ഒന്ന്, ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും രണ്ടാമത് പരാതി വന്നു. നമ്മൾ ലൂസ് ടോക്കിന് ശേഷം വന്നു. ലൂസ് ടോക്കത്തിന് ശേഷം വന്നു. രണ്ടാമത് ഇന്നിപ്പോൾ ജാമ്യവാദം കേട്ടു. രാജ്മോഹൻ, എങ്ങനെയാണെന്ന് ഇതുവരെയുള്ള ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത്? ഇന്ന് അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് ഈ വാദം നടന്നത്. പല കാര്യങ്ങളും അവർ ഉന്നയിച്ചത്. അതിൽ പ്രധാന പറഞ്ഞ രാഹുലിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം തന്നെയാണ് നടന്നത്. BJPയും CPM ഉൾപ്പെടെയുള്ള അവരുടെ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെയുള്ള പല കാര്യങ്ങളും വാദിച്ചിരുന്നു. ഏതായാലും ഇപ്പം നാളെയാണ് ഇനി ഇതിൻ്റെ തീരുമാനം കോടതി ഉണ്ടാകാൻ പോകുന്നതാണ് പറയപ്പെടുന്നത്. ഈ നമ്മുടെ ചാനലുകളിൽ വരുന്ന ബ്രേക്കിംഗ് ന്യൂസുകളിൽ ഭൂരിപക്ഷവും തെറ്റാണ്, സങ്കല്പമാണ്. ഞാനത് കാര്യം പറയുന്നത് വെച്ചാൽ പലപ്പോഴും ഈ ഒരു സംഭവത്തിൻ്റെ കൃത്യം സോഴ്സിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ സംഭവമായിട്ടൊരു ബന്ധമില്ല. അതിന് രണ്ടു മൂന്ന് കാര്യം കൂടി ചാനലുകൾക്ക് അപ്ഡേഷൻ കൊടുത്തേ പറ്റൂ. നിങ്ങളൊരു ചാനൽ ആളാണ്, നമുക്ക് അടുത്തവൻ കൊടുത്തുപോയി, നമ്മൾ കൊടുക്കാം, പിന്നെ എന്തോ നോക്കുന്നത്. അപ്പം ഭാവനയിൽ ആണ് പലതും സൃഷ്ടിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇന്ന് അടച്ചിട്ട മുറിയിലാണ് ഇത് നടന്നത്. അടച്ചിട്ട മുറിയിൽ ഒരു വക്കീലിനും പ്രവേശനമില്ല. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ പ്രോസിക്യൂഷനോ പ്രതിയുടെ വക്കീലോ പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇവർ രണ്ടും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നടക്കുന്ന വാദങ്ങളെക്കുറിച്ച് നമ്മുടെ ചാനലുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇനി ഇതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ബ്രേക്കിംഗ് ന്യൂസ് കാണുവാണ്. ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത് നാളെ വാദം തുടരും, നാളെ വിധി പറയും, നാളെ വാദമുണ്ട് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, നാളെ വാദമില്ല. കേസ് വാദം കേട്ടു. കേസ് വാദം കേട്ടിട്ട് ഒരു കാര്യം കൂടി നിങ്ങളുടെ ഇനി അപ്പം അവർ കുറേ വാദങ്ങൾ ഇവർ പറയുന്നു. ഈ പ്രോസിക്യൂഷൻ കുറേ വാദങ്ങൾ പറയുമ്പോൾ അവരതിൻ്റെ അകത്തൊരു സ്ക്രീൻഷോട്ട് പറയുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു, എന്നിട്ടാണ് ഗർഭഛിദ്രം ചെയ്യിച്ചെന്നുള്ള. അതുകൊണ്ടാണ്. അപ്പം ആ ഒരു വാദം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു. അപ്പം തെളിവുണ്ട് എന്ന് പറഞ്ഞു. ആ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ആ തെളിവും അതുപോലെ നിങ്ങളെ വാദിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ആ തെളിവും ഇന്ന് ഹാജരാക്കൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നാളെ വാദിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഈ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ കോടതിക്ക് പറയാതിരിക്കണം. അല്ലാതെ നാളെ ഒരു വിശദമായ വാദം ഇല്ല. ഇന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം വിശദമായ വാദം കേട്ടു. ഏതാണ്ട് വാദം പൂർത്തിയായി. എന്നാൽ നാളെ പ്രോസിക്യൂഷൻ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതുകൂടി പറയും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ന് എന്തു സംഭവിച്ചു, നാളെ എന്തായിരിക്കും? ഇപ്പം ഇന്ന് സംഭവിച്ചപ്പോൾ ഞാൻ അതിന് ശേഷം കോടതി സോഴ്സുകൾ അല്ലെങ്കിൽ അഭിഭാഷകനോടൊക്കെ സംസാരിച്ചു. ഞാനിപ്പം പ്രതിയുടെ അഭിഭാഷകനോട് സംസാരിച്ചു, അപ്പം പല ആളുകളോടും സംസാരിച്ചു ഞാൻ. അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വലിയൊരു ട്വിസ്റ്റ് ഈ സംഭവത്തിൽ നടന്നിട്ടുള്ളതാണ്. നമ്മളെ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ട്വിസ്റ്റ്. അതായത് ഇനി പിറകോട്ട് പോകണം. ഇന്നലെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് പരാതി വന്നല്ലോ. അതെ, പരാതി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല, കാരണം രണ്ടാമത് വീണ്ടും കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ പെട്ടു എന്ന രീതിയിലാണ് വന്നത്. രണ്ടാമത് പരാതി വന്നത് ഒരു 23-കാരി ഒരു യുവതി, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന യുവതി, രാഹുലിൻ്റെ പേരിൽ റേപ്പ് ചെയ്ത് ഇവിടെ നാട്ടിലെത്തിച്ച് ഒരു ഹോം സ്റ്റേ പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഫെന്നിയുടെ ഇപ്പോഴത്തെ അടൂരിലെ സ്ഥാനാർത്ഥി കൂടിയ ഫെന്നിയുടെ സഹായത്തോട് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ്. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം പറയണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു യുവതിയോ അങ്ങനെ ഒരു കേസോ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. പോലീസിന്റെ സങ്കല്പ സൃഷ്ടിയായിരിക്കും. പോലീസാണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും ജയിലിൽ അടയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നമ്മളിത് പറയുമ്പോൾ എൻ്റെ ഒരു ഭയം, ഒരുപാട് പേര് എന്നോട് പറയുന്നതും ഒരുപാട് കോൾ വരുന്നതും ഒക്കെ നമ്മൾ രാഹുലിനെ അനാവശ്യമായി സംരക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. സത്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കില്ല, അതിൻ്റെ ആവശ്യവും നമുക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കാട്ടിക്കൂട്ടിയത് വൃത്തികേടാണെന്നും രാഹുലിനെ കുറിച്ച് നിരവധി പേർക്ക് പരാതി ഉണ്ടെന്നും ഉള്ളത് സത്യമാണ്. ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾ പരാതി. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന നിയമമാണ്, നമ്മൾ ലീഗലാണ്. അപ്പം ഞാൻ വളരെ മനസ്സിലാക്കിയെടുത്തോളം നിയമം പഠിച്ച ആളാണ്. മാത്രമല്ല ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ പലരും ചെയ്യുന്നത് മാതിരി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത്. ഞാൻ ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും ആ വിഷയത്തിൻ്റെ ദ വെരി കോർ സോഴ്സിൽ സംസാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി എൻ്റെ ഒരു വിലയിരുത്തൽ ആദ്യം പറയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാരക്കുട്ടനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത്യാവശ്യം പെണ്ണുപിടിയനാണ്. ഞാൻ കൃത്യമായി മനസ്സിലാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ നിരവധി പെണ്ണുങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണത്തിൽ ശരിയുണ്ടാവാം, ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, ഉണ്ടാകാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളോട് താല്പര്യം പ്രകടിപ്പിച്ചു. ആ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് അയാൾ നോ പറഞ്ഞാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദ്രവിച്ചിട്ടില്ല, പ്രശ്നം പോയിട്ടില്ല.
അത് തെറ്റാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഒരാളോട് താല്പര്യം കാണിക്കുന്നത് പോലും തെറ്റാണ്. പക്ഷേ അയാളുടെ മൊറാലിറ്റി അതാണ്. ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ മൊറാലിറ്റി ഉണ്ട്. ഇപ്പം നമുക്കൊരു മൊറാലിറ്റി ഉണ്ട് സ്ത്രീകളോട് സമീപനമാണ്. അയാളുടെ മൊറാലിറ്റി കാരണം അയാൾ കുറച്ചുകൂടി ന്യൂജനാണ്. ഈ ന്യൂജൻ ഇരിക്കുമ്പോൾ ഈ കാലം മാറുന്നതനുസരിച്ച് അയാൾ പെട്ടെന്ന് സെലിബ്രിറ്റി ആകുന്ന ഒരു കാര്യം ആലോചിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഇത്ര വലിയ സെലിബ്രിറ്റി ആയത്? പ്രധാന സമൂഹ മാധ്യമങ്ങൾ ചാനൽ, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ ഓർക്കണം, 2021 തെരഞ്ഞെടുപ്പിൽ സകല ചെറുപ്പക്കാർക്കും സീറ്റ് കൊടുത്തവർ ഒരു പരീക്ഷണം എന്ന നിലയിൽ. സീറ്റ് കിട്ടാത്ത ഒരുത്തിന് ഇവൻ മാത്രമായിരുന്നു. ചാനൽ ചർച്ചയ്ക്ക് ഇവനെ ഉണ്ടായിരുന്നു. ഇവൻ പോയി അങ്ങോട്ട് ഷൈൻ ചെയ്തു. ഇവനെ കത്തിക്കേറി സകല അങ്ങനെയാണെങ്കിൽ ജയിക്കിനെയും ഒക്കെ വളച്ചൊടിച്ച് താഴെ അടിച്ച് അവനാണ്. ഇതോടുകൂടി ഇവൻ ഭയങ്കര ഹീറോയായി. ഈ ഹീറോ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇവനോട് ആരാധന ഉണ്ടായി. ഈ ആരാധന ഉണ്ടായ പെൺകുട്ടികളൊക്കെ ഇൻസ്റ്റയിലും സ്നാപ്ചാറ്റിലും ഒക്കെ ഇവനെ ചാറ്റ് ചെയ്തപ്പം ഇവർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഇവനെ വെച്ചു. ഇതാണ് സംഭവിച്ചത്. അതായത് ഞാൻ ഇത് വളരെ സത്യസന്ധമായി പറയുന്ന ഒരു കാര്യമാണ്. അത് തെറ്റാണോ? തെറ്റാണ്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവൻ കുറച്ചുകൂടി സൂക്ഷിക്കണം. പക്ഷേ ഈ ചെറുക്കൻ ഇവൻ ഒരിക്കലും എന്താണ് ഇവർ ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള ക്രൂരനായ ഇവൻ ഭയങ്കര എന്താണ് പറയുന്നത് സൈക്കോപാത്ത് ശരീര ഇതൊക്കെ കെട്ടുകഥയായിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ പറയുന്നതിനോടാണ് നമ്മുടെ വിയോജിപ്പ്. അത് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇയാൾ ഒരു മോറലി വീക്കാണ്. സ്ത്രീകളുമായി ബന്ധമുണ്ട്. പക്ഷെ ഇയാൾ സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച് അവരെ ഗർഭിണിയാക്കി ആനന്ദിക്കുന്ന ഒരാളാണ് എന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ല. അതിനുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയാം, നമ്മൾ കുറേ കാലമായിട്ട് ഈ ആരോപണങ്ങൾ കേൾക്കുന്നു. ഈ ആരോപണങ്ങൾ വലിയ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഗർഭചിത്രം നടത്തി വിവാഹദാനം നൽകിയുള്ള ഒരു ശബ്ദരേഖയും ആ ശബ്ദരേഖയുടെ തുടർച്ചയായിട്ടുള്ള പരാതികളും ചാറ്റുകളും വന്നു. അതവിടെ നിൽക്കട്ടെ. അതാണ് ഇപ്പോൾ കോടതി തീരുമാനിക്കാൻ പോകുന്നത്. പ്രഥമ ദൃഷ്ടി ഇപ്പം ആദ്യമായിട്ട് ഈ കേസിൻ്റെ 2 വശവും കേണുന്നത് കോടതിയാണ്. നമ്മൾ ആരും കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ഭാഗം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം രാജ്മോഹൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അയാളുടെ ഭാഗം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരും മറ്റുമാണ്. രാഹുൽ ഈശ്വരൊക്കെ ഓരോ ദിവസവും മാറ്റി ഈ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ ഇറങ്ങിയ ഭാഗത്ത് ആരോപണ വിധേയനായ വ്യക്തി പുറത്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ അയാളുടെ ഭാഗം പറഞ്ഞിട്ടില്ല. അയാൾ നിശബ്ദതയാ പാലിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പുറത്തു വന്നിരിക്കുന്നത് മുഴുവൻ 3 തരത്തിലാണ്. 1 സോഷ്യൽ മീഡിയയിലൂടെ വന്നത്, 2 ചാനലിലൂടെ വന്നത്, 3 വാർത്തകളോട് വന്നത്. ഇത് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ ശരിയുണ്ട് എന്ന് നമുക്കറിയത്തില്ല. ഞാൻ വളരെ ഇത് ആഴത്തിൽ മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട പല ഉദാഹരണത്തിന് ഇന്നലെ ഒരു കേസ് വന്നല്ലോ, രണ്ടാമത്തെ കേസ്. ആ രണ്ടാമത്തെ കേസിന്റെ മെറിറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. വളരെ സിമ്പിൾ. നമ്മൾ ആ രണ്ടാമത്തെ കേസിന്റെ എന്താണ് പറയുന്നത്? ഈ പെൺകുട്ടി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിയാണ്. നമുക്ക് ആർക്കും ഒരു ധാരണയില്ല, ആർക്കും ഒരു ഊഹാപോഹം. സാധാരണ ഈ ആദ്യത്തെ ശബ്ദരേഖ വന്നപ്പം ഒരുപാട് ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്ത് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. ആ പെൺകുട്ടിയെ ഇയാൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് വിവാഹാലോചന നടത്തി. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായി. വീട്ടുകാരെ നോ പറഞ്ഞു. അപ്പോൾ ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി. വീട്ടുകാർ യേസ് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. വന്ന ഉടനെ ഇയാളെ കാറെ കൂട്ടിക്കൊണ്ട് അടൂരിൽ നിന്നും ബഹുദൂരത്തിലേക്കുള്ള ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി, സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന ഉടൻ തന്നെ ലൈംഗിക പീഡനം നടത്തി. അതിൻ്റെ ഇടയ്ക്ക് അവർ ശ്വാസം മുട്ടി മരുന്ന് കഴിച്ചു. ശ്വാസം മുട്ടി മരുന്ന് കഴിച്ചു. അതിനുശേഷം ഉടൻ തന്നെ ചോദിച്ചു, എന്നെ കിട്ടുമോ? ഇല്ല എന്ന് പറഞ്ഞു. നോക്കണം, അതിൻ്റെ ഒരു ക്രോണോളജി കേൾക്കണം. തിരിച്ച് ഈ പയ്യന്റെ വണ്ടിയെ കയറിക്കൊണ്ട് തിരിച്ചു കൊണ്ട് വിട്ടു. ഇത്രയും കാലം പരാതിപ്പെട്ടിട്ടില്ല, ഇത്രയും കാലം ഒരു ബഹളമില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പരാതിയായിട്ട് വരുന്നു. അപ്പം ചോദിക്കും, എന്തുകൊണ്ട് ഇപ്പം വരുന്നു? ഇപ്പം വരുന്ന ഒരുപക്ഷെ കേസൊക്കെ വന്നപ്പം ശിക്ഷിക്കപ്പെടുന്ന ആത്മവിശ്വാസം കൊണ്ടാണ് എന്ന് വേണേൽ പറയാം. ഇത്രയും കാലം പറയാം. അങ്ങനെയെങ്കിൽ ആർക്കാണ് പരാതി കൊടുക്കേണ്ടത്? DGPക്ക് പരാതി കൊടുക്കണം, അല്ലെ മുഖ്യമന്ത്രി. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇവരെ ക്രൈംബ്രാഞ്ച് വന്ന് മൊഴിയെടുത്തെന്ന് പറയുന്നുണ്ട്. ആ ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്ത് ഉദ്യോഗസ്ഥന് കൊടുക്കണം. ക്രൈംബ്രാഞ്ച് ഇവരോട് സംസാരിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് ഇവർക്ക് എന്തായാലും അതും കൊടുത്തിട്ടില്ല. പകരം ഇവരെന്താ ചെയ്തത്? KPCC പ്രസിഡന്റ് വന്ന അതേ സമയത്ത് തന്നെ പത്ര ഓഫീസുകളിലേക്ക്, എല്ലാ മാധ്യമങ്ങൾക്കും അയച്ചു. ഇവരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പത്ര ഓഫീസിലേക്ക് അയക്കുന്നതിനാണ്. അപ്പോൾ മാത്രമല്ല, ഞാൻ പറയുന്നത് എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, ഇയാൾ അപ്പോൾ തന്നെ
ഒരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ മുറിക്കകത്ത് കൊണ്ടുപോയി അവളെ ബലാത്സംഗം ചെയ്ത് വേദനിപ്പിക്കുന്ന ഒരു ഭീകരനാണെങ്കിൽ, മുറിവേൽപ്പിക്കുന്ന ഒരു ഭീകരനാണ് ഇയാൾ. എങ്ങനെയാണ് അതിനുശേഷം MLA സ്ഥാനത്തൊക്കെ എത്തിയത്? ഇത്ര പൊട്ടന്മാരാണോ കോൺഗ്രസ്സുകാർ? ഞാൻ പറഞ്ഞ അയാളൊരു സൈക്കോപാത്താണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന കാര്യത്തിൽ അങ്ങനെ ഒരാൾ പോലും കാണത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി പോലും കാണത്തില്ല. കാരണം പോലീസ് ആളെ തപ്പുവെന്നാ പറഞ്ഞത്. അതാണ്, അങ്ങനെയാണ് പോലീസ് അവരെ കണ്ടെത്തണമല്ലോ. അവരെ കണ്ടെത്തി DGPക്കാണ് പരാതി ഫോർവേഡ് ചെയ്തെങ്കിൽ കണ്ടെത്തണം. കേസ് എടുത്തു എന്ന് പത്ര ചാനൽ കേസ് എടുത്തു എന്ന് ആർക്കറിയാം? കേസ് എടുത്തു ചാനലുകൾ പറയുന്നു, എടുത്തൊന്നും അറിയത്തില്ല. കാരണം ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറയാം, ഇന്നലെ ഈ വാർത്ത വന്ന ഉടനെ നമ്മുടെ ന്യൂസ് മലയാളം ലക്ഷ്മി പത്മയുടെ ചാനലിന്റെ അകത്ത് മറ്റേ പയ്യൻ ഫിന്നി നൈനാൻ സ്ഥാനാർത്ഥി 2ാം പ്രതിയാണല്ലോ മറ്റേ കേസിലെ, മുങ്ങി എന്നാണ് പറയുന്നത്. ഓഫീസ് ആ പയ്യൻ എന്നെ വിളിച്ചു, എന്റെ ചേട്ടാ ഇത് ഞാൻ ഓഫീസിൽ അല്ലല്ലോ ഇരിക്കുന്നത്, രാവിലെ പോലും ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കല്ലേ. എന്നെ വിളിച്ചു, ചേട്ടാ ഞാനത് ഇപ്പോഴും ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു, ഞാൻ മുങ്ങിയെന്നറിയാം. ഇന്നും ഫോൺ എടുത്തു. അപ്പൊ പോലീസ് അയാളെ വിളിക്കാന്നുള്ളതല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലത്തിന് അവൻ പ്രതിയല്ല. ആരും ഒരാൾ പരാതി. അവൻ പറഞ്ഞു ഞാൻ തൂങ്ങിച്ചാകാം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. രാഹുൽ മാങ്കുണ്ടത്തിൽ പെണ്ണുപിടിയാണെന്ന് അവൻ അറിയില്ല. പക്ഷെ രാഹുൽ മാങ്കുണ്ട് ഇവൻ പെണ്ണുപിടിക്കാൻ പോയിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഇല്ലെന്ന്. അപ്പോൾ ചാനലുകൾ അങ്ങനെ അടിക്കുവാണ്. അപ്പോൾ ഇതെന്തിനാണ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വാസ്തവത്തിൽ ഈ ഒരു കത്ത് വന്നപ്പോഴാണ് എനിക്കൊരു ചെറിയ സംശയം തോന്നി. കാരണം ഇത് വന്നത് ഇന്നത്തെ ജാമ്യ ഹർജിയെ സ്വാധീനിക്കാനാണ്. അതായത് ഇവൻ ഒറ്റ സ്ഥിരം ക്രിമിനലാണ്. കാരണം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സംഭവം, ഒരു എക്കോ സിസ്റ്റം അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇവൻ വേട്ടക്കാരനാണ്, ക്രിമിനലാണ്, സൈക്കോപാത്താണ്, ഇവൻ 17കാരനെ പീഡിപ്പിച്ചു. ഇത്തരത്തിലൊരു സംഭവം സൃഷ്ടിച്ചപ്പോൾ ഇവരുടെ എവിഡൻസ് ഇല്ല. കോടതി ചെല്ലുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പരാതിയില്ല. അതുകൊണ്ട് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യാജ പരാതിയാണെന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ട്. തിരിച്ചു വന്നാൽ അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ ആ പരാതിയിൽ കഴമ്പണമെന്ന് കണ്ടെത്തി നമുക്ക് തിരുത്താം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കേസിനെ സ്വാധീനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒന്നുകിൽ പോലീസിന്റെ തിരക്കഥയാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും രാഹുലിനെ വീഴ്ത്താൻ സംഘടിതമായി നീക്കുന്നതാണ്. ഇതത് ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ വെളിയിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ വാർത്തയെല്ലാം ലീക്ക് ചെയ്യുന്നത് ഈ പെൺകുട്ടി പുറത്തുവിടുന്നതല്ല. ഇതൊക്കെ ഈ യുവതിയോടൊപ്പം താമസിക്കുന്ന 2 സ്ത്രീകൾ, ആ 2 സ്ത്രീകൾ ഈ പറയുന്ന ഇതിന് അമിതമായ താല്പര്യം കാണിക്കുന്ന 2 ചാനലുണ്ടല്ലോ, ന്യൂസ് മലയാളം റിപ്പോർട്ടർ, ഈ 2 ചാനലാണല്ലോ, ആ ചാനലുകളുമായി ബന്ധമുള്ളവരാണ്. അവരാണ് ഇത് പുറത്തുവിട്ടതെന്നും അതുപോലെ തന്നെ ലക്ഷ്മി പത്മയുണ്ട്. ഈ ലക്ഷ്മി പത്മയോട് ഇവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തെളിവൊക്കെ കോടതിയിൽ എത്തിയെന്ന് പറയുന്നത്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ എന്നെ കുഴപ്പത്തിൽ ചാടിച്ചിരിക്കുന്നത്. ഗർഭചിത്രത്തെക്കാൾ കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഈ സമീപനവും. ആ ശബ്ദമൊക്കെ പുറത്തു പോയില്ലേ? യഥാർത്ഥത്തിൽ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ കാരണമായത് ഈ ശബ്ദമൊക്കെയാണ്. ശബ്ദമാണ് പെട്ടെന്ന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറി. അപ്പോൾ രാജ്മോഹൻ്റെ എൻ്റെ ശബ്ദം ആളുകൾക്ക് കേട്ടാൽ തിരിച്ചറിയാം. യഥാർത്ഥത്തിൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്തതും ഇതിനെ വിവാദമാക്കിയതുമൊക്കെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ആ അജണ്ടയുടെ കുറേ അധികം ആളുകൾ, നമുക്കറിയാം, ഒരു സിനിമാ നടി പ്രത്യക്ഷപ്പെടുന്നു, വേറൊരാൾ പ്രത്യക്ഷപ്പെടുന്നു, വേറെ ഒരു എഴുത്തുകാരി പ്രത്യക്ഷപ്പെടുന്നു, ചാനലുകാർ പ്രത്യക്ഷപ്പെടുന്നു, കുറേ പേരുകൾ വരുന്നു, കുറേ ഇങ്ങനെയുള്ള ഇതിനെല്ലാം ഞാൻ പറഞ്ഞു ഇവൻ മോശക്കാരനാണ്, ഇവൻ നല്ലവനാന്നല്ല പറയുന്നത്. ഇവൻ പൂർണ്ണമായും ഉമ്മൻചാണ്ടിയെ പോലൊരു പുണ്യപുരുഷനല്ല, ഒരു പുണ്യാളനല്ല. അവനെ അങ്ങ് കൊണ്ടുവന്ന് പെട്ടെന്ന് ഇതാക്കിയെടുത്തല്ല. ഞാൻ യൂണിയൻ ഭാരവാഹി ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ചില സംഭവങ്ങൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ചില പെൺകുട്ടികൾ പരാതി ഉന്നയിക്കുമ്പോൾ പിന്നെ അവരെക്കാളും ഉത്സാഹം ചുറ്റും നിൽക്കുന്ന കുറച്ച് ആളുണ്ടായി. ഇവരാണ് പിന്നീട് ഇതിനു വേണ്ടി ഉത്സാഹിക്കുന്നതും. ഈ പിന്നെന്താണ്, ഈ ഇരയ്ക്ക് പകരം ഇവരങ്ങ് ഇറങ്ങുകയാണ്. ഇവർ നേരിട്ട് രംഗത്തെത്തില്ല, പക്ഷേ ഇവരായിരിക്കും മൊത്തം ചലു വലിക്കുന്നത്. ഈ ഇരയായിരിക്കുന്ന അല്ലെങ്കിൽ അതിജീവിതയായിരിക്കുന്ന ഒരാൾ ഇവരുടെ കയ്യിൽ ഒരു കളിപ്പാവയായി മാറണം. അപ്പൊ ഇവിടെയും യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ ഇപ്പം ഒരുപാട് പേരുടെ പേര് വെളിപ്പെടുത്തി പാവപ്പെട്ടനെ പിടിച്ച് അകത്തിട്ടിരിക്കുക. ഈ അവന് ഭ്രാന്താണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഒരു കേസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് അമിതമായ താല്പര്യം, പെൺകുട്ടിയുടെ താല്പര്യം പോലും പരിഗണിക്കാതെ അമിതമായ താല്പര്യം കാണിച്ചതിലും വഷളാക്കിയ റിപ്പോർട്ടർ ചാനൽ ന്യൂസ് മലയാളമാണ് പ്രതികൾ. എനിക്കൊന്ന് ഇന്ന് രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് കൈ പാലക്കാട് ചെറിയ പ്രശ്നം കൈ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പത്രക്കാരുടെ അവസ്ഥ ദയനീയം. അവർ ഈ വഴിയെ പോകുന്നതെല്ലാം വഷളാക്കി പ്രശ്നമാക്കി അടി കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും അവർക്ക് ഇപ്പോഴത്തെ റോഷി പാൽ അങ്ങനെ തിരുവനന്തപുരത്ത് അയാൾക്കെതിരെ വലിയ വികാരം സാധാരണ മനുഷ്യർക്കിടയിലുണ്ട്. അയാളാണ് ഈ നുണക്കഥകൾ മുഴുവൻ TV പ്രസാദ് ഒന്ന് ഒതുങ്ങി പഴയ ആ പീഡന കേസോടെ.
അന്ന് ആ പീഡന കേസ് വന്നായിരുന്നു. അത് കഴിഞ്ഞ് TV പ്രസവം ഒതുങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ റോഷി പാലാന്ന്. ഇത്തരത്തിലുള്ള ചാനലുകളും അവരാണ് ഇത് ഇത്രയും ലൈവാക്കുക. ഇപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഈ പെങ്കൊച്ചിന് ഇന്റർവ്യൂ എടുത്തായിരുന്നു. അവൾ വന്നായിരുന്നു, വൈഷ്ണ സുരേഷ്, സ്ഥാനാർത്ഥി. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, പക്ഷേ ഈ ഫീൽഡിൽ പോയിട്ട് അവൾ പറഞ്ഞു ആർക്കും ഇങ്ങനത്തെ ഒരു കാര്യം ചോദിക്കണ്ടായിരുന്നു, ഫീൽഡിലൊന്നും ആളുകൾക്ക് വിഷയമല്ലെന്ന് പറഞ്ഞു. ഇതും ആകെപ്പാടെ ഇതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ശബരിമല അയ്യപ്പ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച മാറിക്കിട്ടി. അതിപ്പോ ആരും കേൾക്കുന്നില്ലല്ലോ. പേര് ഞാൻ ഇന്ന് രാവിലെ പേര് ഞാൻ മുരാരി ബാബുവിന്റെ പേര് ഇന്ന് രാവിലെ ഞാൻ മറന്നുപോയി. ഒരു ബാബു ഉണ്ടായിരുന്നല്ലോ, അത് ഏത് ബാബു അത് ഞാൻ ആലോചിച്ച് നോക്കി. ആ സ്ഥിതിയിലേക്ക് മാറി അവരുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് നമ്മള് സുഹൃത്തിനെ പറയായിരുന്നു, വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 475 രൂപയാണെന്ന് വില. ഇതുപോലെ നമ്മളാരും ചർച്ച ചെയ്യുന്നില്ല, ഇത് തന്നെയാണ് ചർച്ച. അപ്പോൾ നമുക്കിത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതിനൊരു വലിയ ട്വിസ്റ്റ് എന്ന് സംഭവിച്ചു. നമ്മൾ ഇന്നലെ വരെ കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഇന്ന് കോടതിയിൽ ഈ വാദം നടക്കുന്നത് വരെ ഞാൻ കരുതിയിരുന്നത് ജാമ്യം കിട്ടത്തില്ല എന്നാണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഇയാളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവനകത്ത് കിടക്കുക ജാമ്യമില്ലാതെ. 1 വർഷം തടവുള്ള കുറ്റകൃത്യമാണ്, ശിക്ഷിച്ചാൽ 1 വർഷമേ തടവ് കിട്ടൂ. ആ കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്ത പാവപ്പെട്ട ഞാൻ ഇനി 6-ാം തീയതി പരിഗണിക്കത്തുള്ളൂ. 6-ാം തീയതി പരിഗണിക്കുള്ളൂ. സെൻട്രലിൽ കൊണ്ടുപോയി നിരാഹാരം ഇരുന്നുകൊണ്ട് സെൻട്രൽ ജയിലിൽ ഇന്നും ആശ്രയം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എല്ലായിടത്തും ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്, 2 പേരിൽ എവിടെ കിട്ടിയാലും വിജയ. ഞാൻ പറഞ്ഞ ഈ നല്ല വിദ്യാഭ്യാസമുള്ള കിളി പറഞ്ഞാന്ന് തോന്നുന്നു, അല്ലെ? ഈ നല്ല വിദ്യാഭ്യാസം നമുക്കത് പലപ്പോഴും അഭിനയിക്കുന്നതാണ് യഥാർത്ഥ സംഭവം. അല്ലേ, അവനെ കിളി പോയി, അല്പം കിളി പോയി. നല്ല പാവം മനുഷ്യൻ. നിങ്ങൾ സംസാരിക്കണം, എന്നാ പാവം മനുഷ്യൻ, വർത്താനൊക്കെ പറഞ്ഞ് എന്നാ മാന്യമായും സൗമ്യമായും പെരുമാറുന്ന ഒരാളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എന്തോ കിളി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് എവിടെയോ പാരണ്ടനോട് പറഞ്ഞെന്നറിയോ, ഈ ശബരിമല വിഷയത്തിൽ അയ്യപ്പനെ പിടിക്കാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കൊട്ടു കൊടുത്താന്നാണ്. അയ്യപ്പ എല്ലാവർക്കും കൊട്ട് കിട്ടിയല്ലോ, എല്ലാവർക്കും കൊട്ടു കൊടുത്തില്ലേ, നീ ജയിലിലൊന്നും പോകണ്ട, നിനക്ക് ഇതിരിക്കേണ്ട അയ്യപ്പനൊരു കൊട്ടു കൊടുത്തതാണ് പറയുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരന് ജാമ്യം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ യഥാർത്ഥ അങ്ങനെയാണ് നമ്മൾ ലീഡ് ചെയ്തത്, അങ്ങനെ ഇടുന്നു. പക്ഷേ ഞാനിത് മനസ്സിലാക്കുന്നതനുസരിച്ച് വലിയ ട്വിസ്റ്റുകൾ സംഭവിച്ചിരിക്കുന്നുള്ളതാണ്. അതിൻ്റെ കാരണം അതാ ഞാൻ പറഞ്ഞത്, നമ്മളെയൊക്കെ സ്വാധീനിച്ചിരിക്കുന്ന മുൻവിധി എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ വരുന്നതും ഈ ശബ്ദരേഖയും ഒക്കെ മാത്രമാണ്. അതിനെ മേമ്പൊടിയായിട്ട് ഇപ്പോൾ ഒരു പുതിയ പരാതി വന്നിരിക്കുന്നു. പക്ഷേ മറുഭാഗം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ. ഈ മറുഭാഗം കോടതി സമർപ്പിച്ചു. അതായത് രാഹുൽ ഈശ്വരനെ സീൽഡ് കവർ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ചാറ്റുകൾ മുഴുവൻ. അപ്പോൾ അവൾ മാത്രമല്ല ഇവനെടുത്ത് വെച്ചിരുന്നു നടത്തും. ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഇവൻ അങ്ങനെ എടുത്തു വെച്ചാൽ എനിക്കറിയത്തില്ല, അത് വളരെ വിചിത്രമാണ്, അതും വളരെ വിചിത്രമായ സംഗതിയാണ്. അപ്പം ഈ ഡിസപ്പിയറിംഗ് മെസ്സേജിൻ്റെ സാധനം ഇവൻ്റെ ഉണ്ടായിരുന്നു. ആ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റും കോടതി സമർപ്പിച്ചു. അപ്പം ഇവിടെ 2 വിഷയങ്ങളാണ് കോടതി പരിഗണിക്കുന്നത്. ഒന്നാമത്തെ വിഷയം ബലാത്സംഗം നടന്നിട്ടുണ്ടോ. രണ്ടാമത്തെ വിഷയം ബലാത്സംഗത്തിന് 3 എണ്ണം ഉണ്ട്. 1 നോർമൽ ബലാത്സംഗം, 2 സംരക്ഷിക്കേണ്ടയാൾ ബലാത്സംഗം ചെയ്തു, ഗർഭിണിയായിരിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ സംരക്ഷിച്ചത്. 1 ബലാത്സംഗം നടന്നിട്ടുണ്ടോ, നടന്നിട്ടുണ്ടെങ്കിൽ ബലാത്സംഗം നടത്തിയ ഇയാളാണോ. 2 ഗർഭിണിയായിട്ടുണ്ടോ, ആയിട്ടുണ്ടെങ്കിൽ ഗർഭചിത്രം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗർഭചിത്രം നടത്താൻ കാരണക്കാരൻ ഇയാളാണ്. ഇത്രയാണ് കോടതി പരിഗണിക്കുന്നത്. നമ്മൾ ബാക്കിയെല്ലാം വിട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ വന്നിരിക്കുന്ന ബാക്കി കഥകളെല്ലാം കോടതിക്ക് കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ കോടതി ഇന്ന് അഭിഭാഷകൻ ബഹുമെടുക്കാൻ അറിയാമല്ലോ, പ്രഗത്ഭന അഭിഭാഷകൻ. അദ്ദേഹം കൃത്യമായ പേപ്പറുകൾ വെച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഇന്നത്തെ ഈ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യത്തിൽ മാത്രമേ ആശയക്കുഴപ്പമുള്ളൂ. ഒന്ന്, കോടതി പറഞ്ഞത് ഹൈക്കോടതിയിൽ നിന്നൊരു കോള് വന്നാൽ ഇന്ന് അങ്ങോട്ട് പോകേണ്ടി വരും, പിന്നെ 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുത്തും, ഔദ്യോഗിക ആവശ്യത്തിന് പോകും, 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു. അപ്പോൾ എങ്ങനെ സംഭവിക്കും വിധി? അപ്പം നാളെ വിധി എന്ന് പറഞ്ഞതിനകത്ത് ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പം നാളെ വിധി എന്ന് പത്രവാർത്തകൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഹൈക്കോടതി വിധി കോള് വന്നില്ലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ആത്മവിശ്വാസമുണ്ട് ജാമ്യം കിട്ടും, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ്, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 ഒന്ന് ഈ 2 വിഷയമാണ്. ഒന്ന്, ബലാത്സംഗം നടന്നിട്ടുണ്ടോ, ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇയാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. 2 ഗർഭചിത്രം നടന്നിട്ടുണ്ടോ, അതിനെ ഇയാൾ നിർബന്ധിച്ചോ, ഇയാൾക്ക് റോളുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി ഈ വിശദമായ വാദങ്ങൾ കേട്ടു, ഈ ചാറ്റുകൾ കൊടുത്തു, സ്ക്രീൻഷോട്ടുകൾ ഇട്ടു, ശബ്ദരേഖകൾ. ഇയാളുടെ മാത്രമല്ല ജോബി എന്ന് പറഞ്ഞൊരു പ്രതി ഉണ്ടല്ലോ, ജോബിയും പ്രതിയാക്കുന്നു, ജോബിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഇതെല്ലാം കോടതിയെ ഹാജരാകുമ്പോൾ ആദ്യത്തെ
ഒരു വിഷയം ബലാത്സംഗം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രോസിക്യൂഷൻ അല്ല, വക്കീൽ നമ്മുടെ പ്രതിഭാഗം വക്കീൽ പറയുന്നത് ബലാത്സംഗം നടന്നിട്ടില്ല, പരസ്പര സമ്മതം, അതാണല്ലോ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അഡ്മിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ നിൽക്കുന്നു. പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം നടന്നിട്ടുണ്ട്, ബലാത്സംഗമല്ല എന്ന് തെളിയിക്കുന്നു. അപ്പം അത് അഡ്മിറ്റ് ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. പക്ഷേ വക്കീൽ അഡ്മിറ്റ് ചെയ്തത് എന്ന് നിർത്തിയിട്ട് പറഞ്ഞു അബദ്ധമായോ നമ്മൾ കഴിഞ്ഞ ദിവസം. പക്ഷെ അങ്ങനെയല്ല, കാരണം ഈ സിറ്റുവേഷനിൽ അഡ്മിഷൻ വേണം. ശാരീരിക ബന്ധത്തിന് പരസ്പര സമ്മതം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ, ചാറ്റുകൾ കോടതിയിലുണ്ട്. അത് പാലക്കാട് പോയതും ഇതെല്ലാം ഈ എല്ലാ സാഹചര്യത്തിലും ശാരീരിക ബന്ധം നടന്നത് പരസ്പര സമ്മതത്തോടെയും താല്പര്യത്തോടെയാണെന്നും ശാരീരിക ബന്ധത്തിന് മുമ്പും ശാരീരിക ബന്ധത്തിന് ശേഷവുമുള്ള ചാറ്റുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതിക്ക് പ്രോസിക്യൂഷൻ നിലപാട് മാറ്റി. പ്രോസിക്യൂഷൻ പറയുന്നു ആയിക്കോട്ടെ, സമ്മതത്തോടെയാണ്, പക്ഷേ ഇയാൾ ആരാണ്? ഇയാൾ പൊതുപ്രവർത്തകനാണ്, MLA ആണ്. അപ്പം MLA ഒരിക്കലും ഇത്തരം സാഹചര്യങ്ങളിൽ വീണു പോകാൻ പാടില്ല. ആ വാദം ശരിയാണെന്ന് കോടതി പറയുന്നു. ആ വാദം ശരിയാണ്, ആണല്ലോ. അപ്പം കോടതി ചോദിച്ചൊരു ചോദ്യം, ഏത് സാഹചര്യത്തിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്? MLA ഫേവർ വാങ്ങിയാൽ വന്നത്. അതായത് ഒരു മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയിരിക്കുന്നു, പാലക്കാട് മണ്ഡലത്തിൽ ഉള്ള ഒരാളോ അല്ലെങ്കിൽ പുറത്തൊരാളോ MLA എന്ന നിലയിൽ ഒരു പരാതിയുമായി വരുന്നു, അല്ലെങ്കിൽ MLA എന്ന നിലയിൽ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെല്ലുന്ന സ്ത്രീയെ ശാരീരികമായി SI പീഡിപ്പിച്ചാൽ അത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. ആ ഉമേഷ് എന്ന് പറയുന്ന വടകര DSP ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലാണോ? അല്ല, ഇയാൾ MLA ആവുന്നതിന് മുൻപാണ് ഇവർ തമ്മിൽ ബന്ധമുള്ളത്. മാത്രമല്ല ഇവർ സുഹൃത്തുക്കളായിരുന്നു, അടുപ്പക്കാരായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എങ്ങനെ, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അപ്പോൾ എങ്ങനെ ബലാത്സംഗം നിലനിൽക്കും? അതായത് MLA ആവുന്നതിന് മുൻപ് തമ്മിലുള്ള ബന്ധം, പരസ്പര സമ്മതത്തോടുള്ള ബന്ധം, ഇയാൾ പല സ്ഥലങ്ങളിൽ, ഈ പാലക്കാട് പോയി എന്ന് പറയുന്നുണ്ട്, പാലക്കാടേക്ക് തട്ടിക്കൊണ്ടു പോയതല്ല, പാലക്കാട് സമേധയാ പോയത്. അതിന് മുൻപ് ഇവർ തമ്മിൽ ശാരീരിക ബന്ധം പലയിടത്തും നടന്നു പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ബലാത്സംഗമല്ല, പരസ്പര സമ്മതത്തോടുള്ള ബന്ധമാണ് എന്ന് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തെളിയിക്കാൻ വക്കീൽ കഴിഞ്ഞിട്ടുണ്ട്. കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇത് അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇനി രണ്ടാമത്തേത്, ഞാനൊക്കെ ആശങ്കപ്പെട്ടിരുന്നതും ഞാനൊക്കെ കരുതിയിരുന്നതും ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. അത് ഗൗരവം, കാരണം ഗർഭചിത്രം നിയമവിരുദ്ധമാണ്. ഗർഭചിത്രം മെഡിക്കൽ സൂപ്പർവിഷൻ നടത്തേണ്ടതാണ്. അത് 10 സാഹചര്യങ്ങളുണ്ട്, ആ സാഹചര്യം മാത്രം ചെയ്യാൻ, അല്ലെങ്കിൽ അല്ല, എത്രയോ മാസം, 3 മാസം ഉണ്ട്, അതിന് മുമ്പാണ് അതിന് പറ്റും. അതായത് നമ്മൾ ഗർഭചിത്രം 3 മാസമാണോ 6 മാസമോ എനിക്കറിയത്തില്ല, അത്രയും കാലത്തിനിടയിൽ നമുക്ക് ആർക്കും ഗർഭചിത്രം നടത്താം. പക്ഷേ മെഡിക്കൽ സൂപ്പർവിഷൻ വേണം, അത് മാത്രമേ ഉള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞാലാണ് പിന്നെ ടെർമിനേഷൻ, ഈ കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ഈ ടെർമിനേഷന് ഈ യുവതിയെ നിർബന്ധിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഞെട്ടിച്ചുകൊണ്ട് ട്വിസ്റ്റ് എന്ന തരത്തിൽ യുവതിയാണ് ഈ ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിച്ചത് എന്ന രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വലിയ ട്വിസ്റ്റാണ്. നമുക്ക് കോടതിയുടെ മുമ്പിൽ അവർ ഹാജരാക്കിയ ഇതുവരെ പുറത്തു വരാതിരുന്ന രേഖകൾ അനുസരിച്ച് യുവതി, ഞാൻ ഗർഭിണിയാണ്, എനിക്ക് കുഞ്ഞിനെയും കൊണ്ടുപോകാൻ പറ്റുന്നത്, എനിക്ക് അബോർട്ട് ചെയ്യണം, എനിക്ക് ഗുളിക തരണം എന്ന് യുവതി രാഹുലിനോട് പറഞ്ഞെന്നും ഇതിനനുസരിച്ച് രാഹുൽ ജോബിയെ നിർദ്ദേശിച്ചെന്നും മെഡിക്കൽ സ്റ്റോർ തിരുവനന്തപുരത്തെ ഒരു സ്ഥലം, ഞാൻ സ്ഥലപ്പേര് പറഞ്ഞില്ല, തിരുവനന്തപുരത്തെ സ്ഥലപ്പേരിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് എത്താൻ ഈ കുട്ടിയോട് പറഞ്ഞെന്നും ജോബിയെ തന്നെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തെന്നും എന്നിട്ട് ഈ യുവതി അവിടെ വന്ന് വാങ്ങി തന്നെ കൊണ്ടുപോയെന്നും ഉള്ള എവിഡൻസ് കോടതി ഹാജരാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഗർഭചിത്രത്തിന് എന്താണ് പറയുന്നത്, ഈ നിർബന്ധിച്ചു എന്ന് പറയുന്നതും തെളിയിക്കാതെ പോകും. എന്ന് മാത്രമല്ല, ചില തെളിവുകൾ, ഞെട്ടിക്കുന്ന ചില തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഗർഭചിത്രത്തിന് ഗുളിക കഴിച്ചു എന്ന് പറയുന്ന ഈ സമയത്ത് ഈ പെൺകുട്ടി തൻ്റെ ജോലിയിലായിരുന്നു എന്നത് തെളിവും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ ഗർഭചിത്രത്തിന് ഗുളിക കഴിക്കുന്ന സമയത്ത് ജോലിയിലായിരുന്നു എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഈ സമയത്താണ് അത്രേ ഈ അടുത്ത ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ, ഈ സമയത്താണ് അത്രേ നമ്മുടെ പാലക്കാട് ഇലക്ഷന്റെ ഈ നീലപ്പെട്ടി വിവാദം ഉണ്ടാവുന്നു. അതെ, പാലക്കാടല്ല, പാലക്കാട് അല്ല, നിലമ്പൂർ എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നു. നിലമ്പൂർ ഇയാളെ പോയി കണ്ട്, അൻവറിനെ പോയി കണ്ട സമയം ഈ ഗുളിക കഴിക്കുന്ന സമയം ഏകദേശം ഒരുപോലെ സമയമാണ്.
അപ്പോൾ ഈ അൻവറിനെ കൊണ്ടുപോകുന്നതിനൊക്കെ സതീശൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അൻവറിനെ പോയി കണ്ടത്. ഈ സതീശൻ പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ച് ഈ യുവതി ആശങ്കപ്പെടുന്നുണ്ട്. ഏത് എന്തെങ്കിലും സംഭവിക്കുമോ, രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഭാവി ബാധിക്കുമോ, ഇത്തരത്തിലുള്ള ഇവർ തമ്മിലുള്ള വളരെ ഊഷ്മളമായ ബന്ധത്തിൻ്റെ നിരവധി രേഖകൾ, ഇവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ലാതെ മുമ്പോട്ട് പോയതിൻ്റെ രേഖകൾ, ഈ സമയങ്ങളിലെല്ലാം കടന്നുപോയതിൻ്റെ രേഖകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ നിർബന്ധിത ഗർഭഛിദ്രമാകും എന്ന ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ, ഈ രണ്ടും ഈ കോടതിയെ നമ്മുടെ ഒരു മനസ്സിലാക്കുന്നതാണ്, അഭിഭാഷകൻ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്, അതിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഇത് രണ്ടും ബോധ്യപ്പെടുത്തുന്നതിൽ പ്രതിഭാഗം വിജയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണല്ലോ, ഒന്ന് ഗർഭചിത്രം, ഒന്ന് ബലാത്സംഗം, രണ്ട് ഗർഭചിത്രം. അപ്പം ഈ ഗർഭം തെളിയിക്കണം. അതിനാണ് കോടതി കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഗർഭം ഉണ്ടായി എന്ന് തെളിയിക്കണ്ടേ, എന്നാലേ ഗർഭം ഉണ്ടായി എന്ന് പറയുന്ന അത് ശരിയാണോ, അത് തെളിയിക്കണം. അപ്പം ഏതോ ഒരു ഡോക്ടറെ അടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞത് എപ്പോൾ പോയി, എങ്ങനെ പോയി എന്ന് മാത്രമേ, ഇതിനിടയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ കൂടെയാണ്. അപ്പം ഈ രണ്ടും തെളിയിക്കുക എന്നുള്ള കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ സാധിക്കുന്നുണ്ടോ ഒരു വശത്ത്. മറുവശത്താണ് പിന്നെ അതാണ് ഒരു ടെക്നിക്കൽ ഭാഗം. പിന്നെയാണ് ചില മറ്റ് താല്പര്യങ്ങൾ, ഈ തേർഡ് പാർട്ടിയുടെ ഇൻട്രസ്റ്റുകൾ. ചില ആളുകൾ നിർബന്ധിക്കുന്നത്, ചില ആളുകൾ കേസ്, ഇപ്പോൾ അവർ തന്നെ പറയുന്നില്ലേ, എന്നെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ നിർബന്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ നിർബന്ധിച്ചവർക്ക് ചില പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. സ്വാഭാവികം മാത്രമാണ്. ഈ ചാറ്റുകൾ പുറത്തേക്ക് വിട്ടത് ഇവരുടെ സമ്മതപ്രകാരം അല്ല എന്നുള്ള സാധനമുണ്ട്. അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇയാളൊരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റോടുകൂടി ഇയാളെ മോശക്കാരനാക്കാൻ വേണ്ടി ചില സമ്മർദ്ദങ്ങൾ നിന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് കേസ് കൊടുത്തതെന്ന് തെളിയിക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അപ്പം ഇതൊക്കെ ഒരു പരിധി വരെ, അതായത് പൊളിറ്റിക്കൽ, അവരതാണ് രാഷ്ട്രീയ പക വീട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന വാദത്തെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. അതിനിടയിൽ രാഹുലിന്റെ കോൺഗ്രസിലെ രാഷ്ട്രീയ ഭാവി എന്താവുമെന്നാണ് വിചാരിക്കുന്നത്? അല്ല, ഞാൻ ഇപ്പം ഇത് മുമ്പ് ഞാൻ സൂചിപ്പിച്ച മാതിരി ഇതെല്ലാം ചാനലുകൾ നമ്മൾ ഇപ്പം രാവിലെ മുതൽ കാണുന്നതന്നെയാണ്. ഉടനടി പുറത്താക്കും, കുറെ വനിതാക്കളുടെ പ്രതികരണം ഉണ്ടാക്കുന്നു, ഉടനടി പുറത്താക്കും. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പിന്നെ പുറത്താക്കുന്നില്ല. പിന്നെ കാണുന്നത് എന്താണെന്നറിയോ ചാനലുകളിലെ, എന്താണ് പുറത്താക്കാത്തത് ഹൈക്കമാൻഡ് ചോദിക്കുന്നു. ഹൈക്കമാൻഡിന് അതൃപ്തി. ഞാൻ പറഞ്ഞത്, ഇവരൊരു തിരക്കഥ എഴുതി ആ തിരക്കഥ അടിച്ചേൽപ്പിക്കുന്നു. ഈ തിരക്കഥ നടക്കാതെ വരുമ്പം ഇവർ അതിന്റെ അടുത്ത ലൈനിലേക്ക് മാറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ പുറത്താക്കുന്നു. ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ തന്നെ പുറത്താകും, പക്ഷെ പുറത്തായില്ല. അപ്പോൾ ഹൈക്കമാൻഡ് ചോദിക്കുന്നു, വൈകുന്നേരം അത് നിർത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം, ഇവർക്ക് ഒരിക്കലും ഇയാളെ ഇന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. ജാമ്യം നിഷേധിക്കുകയും ഇയാളുടെ മേൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്താൽ ഒരു പക്ഷേ പുറത്താക്കാൻ പറ്റുമായിരിക്കും. ഇയാൾ ഇന്ന് പുറത്താക്കുകയും നാളെയൊക്കെ ജാമ്യം കിട്ടുകയും ചെയ്താൽ ആര് കുഴപ്പത്തിലായി? കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വം കുഴപ്പത്തിലായി. ഇതെല്ലാം ഊഹാപോഹങ്ങളല്ല. നിങ്ങൾ ആലോചിക്കണം, കോഴമാണിന്ന് ആരോപിച്ച് രാജിവെപ്പിച്ച മാണിയെ അവരെടുത്ത് അവർ എടുത്തു. നാളെ ഇതേ CPM-കാരോ BJP-കാരോ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്തസാക്ഷിയായിട്ട് കൊണ്ടുപോകും. അതെ, അത് സംശയമില്ലാത്ത കാര്യമാണ്. നാളെ CPM-ൽ ചേർന്നാൽ ഒരു സംശയം വേണ്ട, അവർ രക്തസാക്ഷിയാക്കും. ഇയാൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യനാന്ന് പറയും. മാത്രമല്ല ഇവർക്ക് ഉപയോഗിക്കാനുള്ള ചില ജാർഗൻസ് ഉണ്ട്, അതൊക്കെ എടുത്ത് പറയുക, നടത്തും. അതനുസരിച്ച് ക്ലിനിസിറ്റ്. അതുകൊണ്ട് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്തെന്ന് ചോദിച്ചാൽ, ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രാഹുലിന്റെ ഈ പ്രശ്നത്തിന്റെ തീവ്രത തീർന്നു. കാരണം രാഹുൽ ആകെപ്പാടെ പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത്, രാഹുൽ ഒരു പൊതുപ്രവർത്തകനായിട്ടും ഒരു സ്ത്രീയോട് താല്പര്യം കാണിച്ചു എന്നുള്ള സാധനം മാത്രമാണ്. അല്ലെങ്കിൽ ശാരീരിക ബന്ധം, അത് അങ്ങ് ആളുകൾ പൊറുക്കും. എന്താണെന്നറിയോ, അതിനേക്കാൾ വലിയ ആരോപണങ്ങളായിരുന്നു ഇതുവരെ നിറഞ്ഞിരുന്നത്. രാഹുൽ പെൺവേട്ടക്കാരനാണ്, 17 വയസ്സുകാരെ പീഡിപ്പിച്ചു, ഏത് പെണ്ണിനെ കണ്ടാലും പീഡിപ്പിക്കും, 60 വയസ്സുകാരെ പീഡിപ്പിച്ചു, വഴിയെ കാണുന്നവരെ ക്രൂരമായി ശാരീരിക കുറവ്, ഇങ്ങനെ എക്സ്ട്രീം ലെവലിലായിരുന്നു പ്രചരണം. എക്സ്ട്രീം ലെവലിൽ പ്രചരണം ഇരിക്കുന്നതുകൊണ്ട് അതൊന്നും ശരിയല്ല, ഇത് ഒരു രാഷ്ട്രീയ ലാക്കോടുകൂടിയുള്ള കേസാണ് എന്ന് ബോധ്യപ്പെട്ടാലേ ജാമ്യം കൊടുക്കൂ. അത്രേ ഉള്ളൂ. അങ്ങനെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കിയെല്ലാം ചീറ്റിപ്പോവും. അപ്പൊ പിന്നെ രാഹുലിന്റെ മേൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വിഷയം അവസാനിക്കും. ഈ വിഷയം അവസാനിച്ചിട്ട് പിന്നെ ട്രയലും മറ്റുമാണല്ലോ.
അപ്പം ഈ ട്രയലൊക്കെ ഇനിയും ആകെപ്പാടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് കിട്ടത്തില്ല. സിറ്റിംഗ് സീറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഗ്യാരണ്ടി. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവും. രാഹുൽ കുറച്ചുകൂടി മര്യാദക്കാരനാവാം, കുറച്ചുകൂടി. ഇപ്പം ഞാൻ അവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ഉപദേശം കൊടുത്തു, ഇനി എന്ത് ചെയ്യണമെന്ന്. അതായത് ഈ പണി വേറൊരു കൂട്ടുകാരൻ അവൻ്റെ അടുത്ത സുഹൃത്ത് അവനെ വിളിച്ച് ഞാൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് തിരിച്ച് വന്നാൽ ഈ കുസൃതി അവസാനിപ്പിക്കാൻ ഞാൻ ചില പൊടിക്കൈയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവന് പൊടിക്കൈയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് വേണമല്ലോ. അപ്പോൾ രാഹുൽ രാഷ്ട്രീയ ഭാവി എന്ന് വെച്ചാൽ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ, അതായത് കേസ് ഇവന് ഒട്ടും അനുകൂലമില്ലാത്ത സാഹചര്യം ജാമ്യം നിഷേധിക്കപ്പെട്ട് ഹൈക്കോടതിയിലൊന്നും കിട്ടുമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ അവൻ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. പിന്നെ അവൻ ഈ കേസുമായിട്ട് പോകേണ്ടി വരും. ജാമ്യം കിട്ടിയാൽ ആ കേസിന്റെ സീരിയസ്നെസ് മുഴുവൻ തീർന്നു. കാരണം ഇതൊരു കുറച്ച് പേർ ബോധപൂർവ്വം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പാവപ്പെട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു, ആ ബന്ധത്തിൽ പെട്ടുപോയി അവനെ കോടതിയുടെ പരാമർശം എല്ലാം പുറത്തു വരുമല്ലോ, കൃത്യമായിട്ട് വരുള്ളൂ. എന്തുകൊണ്ട് ജാമ്യം കൊടുത്ത് കോടതി പറയുന്നതോടുകൂടി ഈ കേസ് തീർന്നു. അപ്പൊ ഇതിന്റെ പേരിൽ മാത്രമല്ല പിന്നീട് അടുത്ത ഘട്ടം വരാൻ പോകുന്നത് എന്താണ്? ഈ സ്ത്രീയുടെ മൊഴി വീണ്ടും വരാം. ഇപ്പൊ തന്നെ ഓൾറെഡി പരാതിയുണ്ട്. അതായത് എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചത് ഈ ഇന്ന ആളുകളാണെന്ന് പറയും. അപ്പം ഇത് മുഴുവൻ ജനത്തെ കബളിപ്പിച്ചതും ഈ നുണക്കഥകൾ എഴുതിയതും വൈകാരിക വിക്ഷോഭം ഉണ്ടാക്കിയതും ഒക്കെ ഇവരാണെന്നുള്ള ഒരു സാധനത്തിലേക്ക് വരാം. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഈ നിർണായകമായിരിക്കുന്നത് ഇന്നത്തെ ട്വിസ്റ്റാണ്. നാളെ രാഹുലിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നലെ വരെ ഞാൻ കരുതിയിരുന്ന ജാമ്യം കിട്ടില്ല, നമ്മളങ്ങനെ ചർച്ച ചെയ്തു. പക്ഷെ ഇന്ന് കോടതിയിൽ, കാരണം അത് നമ്മൾ പറയാൻ കാര്യം നമുക്കറിയില്ല. രാഹുലിന്റെ കയ്യിൽ എന്തൊക്കെ ഇപ്പം ഞാൻ ആവപ്പടം നമ്മൾ രാഹുൽ ഈശ്വർ പറഞ്ഞ് ആദ്യം വെച്ചു. പക്ഷെ രാഹുൽ ഈശ്വർ പറഞ്ഞാൽ പൊട്ടത്തറ ഇന്ന് പറയുന്നത് നാളെ പോവും, നാളെ പറഞ്ഞ് മറ്റന്നാൾ പൊളിയും. രാഹുൽ ചുമ്മാ സ്വപ്നം കണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥയായിരുന്നു. അപ്പം എന്നാൽ അങ്ങനെയല്ല, വളരെ കൃത്യമായ പരസ്പര സമ്മതത്തോടുള്ള ബന്ധമാണ് എന്ന് അവൻ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി കോടതി ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം, മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേസ് തീർന്നല്ലോ. ഇതിൻ്റെ അകത്തുള്ള രാജ്മോഹൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ക്രിമിനൽ കേസുകളിലെല്ലാം ഒരു പ്രതിയെ ശിക്ഷിക്കുകയല്ല നമ്മുടെ നാട്ടിൽ ലക്ഷ്യം. കേസെടുത്തിട്ട് ജയിലിൽ അടച്ച് നാണം കെടുത്തുകയാണ്. എത്രയോ കേസുകൾ എൻ്റെ പേരിലെടുത്തു, എത്രയോ കോടതികളിൽ, എത്രയോ പോലീസ് സ്റ്റേഷൻ. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താ? എന്നിട്ട് എനിക്ക് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? എന്താ കാര്യം? മുൻകൂർ ജാമ്യം കിട്ടി നമ്മൾ പുറത്തിറങ്ങുന്നതോടുകൂടി പ്രശ്നം തീർന്നു. പിന്നെ ഈ കേസിന് എന്ത് പറ്റിയെന്ന് ഈ പരാതിക്കാരൻ പോലും നോക്കത്തില്ല, ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇവിടെ ഈ സ്ത്രീ പരാതിപ്പെട്ടിട്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും മറ്റേ രണ്ടാമത് കൊടുത്തിരിക്കുന്ന പരാതി വ്യാജമാണെന്ന് തെളിയുകയും ചെയ്താൽ ഇവന് വീണ്ടും രക്തസാക്ഷി പരിവേഷം കിട്ടും. അത് ഉറപ്പാണ്. ഇനി പ്രത്യേകിച്ച് ഇവർ ഈ അതിബുദ്ധി കാരണം ഇന്നലെ പുതിയൊരു പരാതി, അത് കള്ളമാണെന്ന് തെളിയിക്കാൻ എളുപ്പമാണ്. അത് കള്ളമാണെന്ന് തെളിയിച്ചാൽ പിന്നെ ഇവൻ രക്ഷപ്പെട്ടു. ഇവനെ മറ്റേ സരിതയുടെ കത്ത് പോലാവും. 21 പേജുള്ള കത്ത് 25 പേജിലാക്കിയത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ നാളത്തെ ജാമ്യം. അപ്പോൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഇന്നലെ വരെ കിട്ടത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടാൻ ചെയ്യാം, കിട്ടാതിരിക്കുകയും ചെയ്യാം. ഇത് അവൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാളത്തേക്ക്. നന്ദി.